നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കടലിൽ കാണാതായ ജോണിൻ്റെയും ഷിജിൻ്റെയും വീടുകൾ സന്ദർശിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറും തിരച്ചിൽ ഊർജിതമാക്കണമെന്നും സർക്കാർ ഒപ്പമെന്നും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് കൂടുതൽ കൃത്യമാക്കുന്നതിനുള്ള സംവിധാനമൊരുക്കുമെന്ന് ഫിഷറീസ് മന്ത്രിയും പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ ബില്ല് അവതരിപ്പിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ്. FCRA ബിൽ JPCക്ക് വിടാമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളി പ്രതിപക്ഷം ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കാസർഗോഡ് BJP പ്രതിഷേധം. സവർക്കർ ചോദ്യ വിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം. കുമ്പള ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനെ ഉപരോധിച്ചു. അധ്യാപകർ വകുപ്പ് തല അച്ചടക്കം പാലിക്കണമെന്നും വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തുവാനുള്ള നടപടികളിലേക്ക് കടന്ന പോലീസ് 23 കേസുകളിൽ പ്രതിയെന്നും കൊടും കുറ്റവാളിയെന്നും പോലീസ് അറിയിച്ചു. പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയവരെ കണ്ടെത്താൻ ഊർജിതാന്വേഷണം നടത്തുകയാണ്. അർജുൻ നായങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കൂത്തുപറമ്പ് കോടതിയിൽ അപേക്ഷ നൽകി കണ്ണൂർ സൈബർ പോലീസ്. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെതിരെ കലാപാഹ്വാനത്തിനുൾപ്പെടെ വകുപ്പുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവാദ വീഡിയോ നീക്കണമെന്നാവശ്യപ്പെട്ട മെറ്റയ്ക്ക് കത്ത് നൽകി. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയതിനെതിരെ പ്രതികളായ KA രതീഷും R ചന്ദ്രശേഖരനും ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അപ്പീൽ നൽകിയത് വകുപ്പ് സെക്രട്ടറി ജൂലൈ 2 പുറത്തിറക്കിയ വിവാദ ഉത്തരവടക്കം. ബാംഗ്ലൂർ KSRTC അപകടത്തിൽ ഡ്യൂട്ടി ക്രമീകരണം സംബന്ധിച്ച വിമർശനം തള്ളി മന്ത്രി CP ജോൺ. ഡ്രൈവർക്ക് 16 മണിക്കൂർ വിശ്രമം നൽകിയെന്ന് മന്ത്രി അറിയിച്ചു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുവാനുള്ള ചർച്ച നടക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. എറണാകുളം ജില്ലയിലെ പിറമാടം പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 22 പേർക്കെതിരെ പോലീസ് കേസ്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആളുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തർക്കം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തും. കോട്ടയത്ത് പിടിയിലായ നവജാത ശിശു വിൽപ്പന സംഘം രണ്ടാമത് ഒരു കുട്ടിയെ കൂടി വിൽപ്പന നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തൽ. രണ്ടാമത്തെ കുട്ടിയെ വിറ്റത് കണ്ണൂരിൽ 6 മാസം മുമ്പ് വിൽപ്പന നടന്നത് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. പൊതുപരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ദേശീയ ഗാനത്തിന് മുമ്പ് നിർബന്ധമായും ആലപിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന പ്രത്യേക പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. തമിഴ് ഭാഷയെ പിന്നോക്കം തള്ളുന്നത് സഹിക്കാനാകില്ല എന്നും ദീർഘകാലമായിട്ടുള്ള പരമ്പരാഗത ആചാരം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുമെന്നും വിജയ് പറഞ്ഞു. ഇതോടുകൂടി ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.